ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് മണ്ണിൽ പൊന്നു വിളയിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് കായിക പ്രജനനം? സസ്യങ്ങളുടെ വേര്, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. എന്താണ് പതിവയ്ക്കൽ? മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് പതിവയ്ക്കൽ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് പതിവയ്ക്കൽ. അടുത്ത ചോദ്യം, ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതിയാണ് കൊമ്പ് ഒട്ടിക്കൽ. അപ്പോൾ എന്താണ് കൊമ്പൊട്ടിക്കൽ? ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതിയാണ് കൊമ്പ് ഒട്ടിക്കൽ. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഏതൊക്കെ സങ്കരയിനം തെങ്ങുകൾ ചേർന്നിട്ടാണ് ചന്ദ്രലക്ഷ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ചന്ദ്രലക്ഷ ഏതൊക്കെ ചേർന്നിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നുണ്ടായതാണ് ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ചാവക്കാട് ഓറഞ്ച്, ഇത് രണ്ടും ചേരുമ്പോൾ എന്താവും? ചന്ദ്രലക്ഷ. ഇനി പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ഇതൊക്കെ എന്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? നെല്ലിൻ്റെ ആണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ഇതൊക്കെ നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇത് ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇത് ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? പയർ. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. അപ്പോൾ ചന്ദ്രലക്ഷ ഏതൊക്കെ ചേർന്നിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്ന് ചന്ദ്രലക്ഷ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ഇതൊക്കെ നെല്ലിൻ്റെ ഇനങ്ങളാണ്. നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇതൊക്കെ എന്താണ്? പയറിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ശ്രീകാര്യമാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ശ്രീകാര്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എറണാകുളം, വാഴക്കുളം. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എറണാകുളം, വാഴക്കുളം. അപ്പോൾ കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എറണാകുളം, വാഴക്കുളം. ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അനഘ? അനഘ ഏതിൻ്റെയാണ്? തക്കാളിയുടെയാണ്. തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അനഘ. ഹരിത ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഹരിത വഴുതനയാണ്. അപ്പോൾ ഹരിത ഏതിൻ്റെയാണ്? വഴുതനയുടെയാണ്. അനഘ ഏതിൻ്റെയാണ്? തക്കാളി. തക്കാളിയുടെയാണ് അനഘ. ഹരിത വഴുതനയുടേതാണ്. വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള 2-3 വിത്തിനങ്ങളാണ് ശ്വേത, നീലിമ, സൂര്യ. വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ശ്വേത, നീലിമ, സൂര്യ. ഇനി മുക്തി ഏതിൻ്റെയാണ്? മുക്തി തക്കാളിയുടെയാണ്.
അപ്പോൾ തക്കാളിയുടെ ഒരെണ്ണം നേരത്തെ പറഞ്ഞു അനഘ, ഇപ്പോൾ എന്ന് പറഞ്ഞു മുക്തി. തക്കാളി, അനഘ, മുക്തി. വഴുതനയുടെ ആണെങ്കിൽ ശ്വേത, നീലിമ, സൂര്യ. ഇനി വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് അർക്ക, അനാമിക, സൽകീർത്തി. അരുൺ ഏതിൻ്റെയാണ്? അരുൺ ചീരയുടെയാണ്. അരുൺ എന്ന് പറയുന്നത് ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അപ്പോൾ വെണ്ടയുടേതാണ് അർക്ക, അനാമിക, സൽകീർത്തി, വെണ്ട. അർക്ക, അനാമിക, സൽകീർത്തി, വെണ്ട. തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അക്ഷയ. തക്കാളിയുടെ ഏതാണ്? അക്ഷയ. ഇനി പച്ചമുളകിൻ്റെയാണ് അനുഗ്രഹ. അനുഗ്രഹ ഏതിൻ്റെയാണ്? പച്ചമുളക്. അനുഗ്രഹ, പച്ചമുളക്. ഇനി തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇനി ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിന് എന്തു പറയുന്നു? ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. അടുത്ത 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള. ശരിയാണ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള. ഇനി എന്താണ് വിളപര്യയം? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. അപ്പോൾ ഇടവിള എന്തായിരുന്നു? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള. വിളപര്യയം എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിന് പറയുന്നതാണ് വിളപര്യയം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് വിളപര്യയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ വിളപര്യയത്തിന് ഉദാഹരണം എന്താണ്? നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് പയർ, ഉഴുന്ന് തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അതെന്താണ്? വിളപര്യയത്തിന് ഉദാഹരണമാണ്. പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയാത്ത ഒരു സസ്യമാണ് പയർ. അപ്പോൾ പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയാത്ത സസ്യമാണ് പയർ. ഇപ്പോൾ ഏതൊക്കെ സസ്യങ്ങൾക്ക് നമുക്ക് പതിവയ്ക്കൽ രീതി ചെയ്യാൻ പറ്റും? പിച്ചി, സപ്പോട്ട, കശുമാവ്. പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയുന്ന സസ്യങ്ങളാണ് പിച്ചി, സപ്പോട്ട, കശുമാവ്. പിച്ചി, സപ്പോട്ട, കശുമാവ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. ഇനി വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നും ചാവക്കാട് ഓറഞ്ച് എന്നും 2 തെങ്ങിൻ്റെ ഇനങ്ങളുണ്ട്. ഓക്കെ, പ്രധാന ഇനങ്ങൾ അപ്പോൾ 2000 ടെക്സ്റ്റിലൊരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീളം കൂടിയ ഇനമാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്നത്. നീളം കൂടിയ ഇനം. അപ്പോൾ അതിന് എത്ര ഉയരമുണ്ടായിരിക്കും? 20 to 30 മീറ്റർ ഉയരമുണ്ടാകും. 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 മുതൽ 100 വർഷം വരെ ആയുസ് ഉണ്ടായിരിക്കും. തേങ്ങയുടെ നിറം എന്തായിരിക്കും? പച്ചയായിരിക്കും. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് വെച്ചാൽ നീളം കൂടിയ ഇനം തെങ്ങാണ്. പിന്നെ 20 മുതൽ 30 മീറ്റർ വരെ എന്താണ്? ഉയരമുണ്ടായിരിക്കും. 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ഉണ്ടാകും. 80 മുതൽ 100 വർഷം വരെ ആയുസ്. തേങ്ങയുടെ നിറം പച്ച. അപ്പോൾ അതിൽ വരുന്ന പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി നീളം കുറഞ്ഞ ഇനത്തിൽ വരുന്നതാണ് ചാവക്കാട് ഓറഞ്ച്. നീളം കുറഞ്ഞ ഇനം തെങ്ങാണെന്ത്? ചാവക്കാട് ഓറഞ്ച്. ഇതിന് 8 മുതൽ 10 മീറ്റർ വരെ ആയിരിക്കും ഉയരമുണ്ടാവുക. 8 മുതൽ 10 മീറ്റർ വരെ. 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും. 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും. 30-35 വർഷം വരെയാണ് ആയുസ്.
30-35 വർഷമാണ് ആയുസ്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങ ലഭിക്കും. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങ ലഭിക്കും. അപ്പം നീളം കുറഞ്ഞ ഇനത്തിന് ഉദാഹരണങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാ ബോന്തം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 2 ഇനത്തിലുള്ള തെങ്ങുകളാണ്. പിന്നെ അതിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയെന്നുമാണ്. ഇപ്പം നീളം കൂടിയ ഇനവുമുണ്ട്, നീളം കുറഞ്ഞ ഇനവുമുണ്ട്. നീളം കൂടിയതിൽ വരുന്നതാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കുറഞ്ഞ ഇനത്തിൽ വരുന്നതാണ് ചാവക്കാട് ഓറഞ്ച്, ഗംഗാ ബോന്തം, ചാവക്കാട് ഗ്രീൻ. അടുത്ത ചോദ്യം, ജപ്പാനിലെ ജൈവകൃഷി ഗവേഷകൻ ആണ് ഫുക്കുവോക്ക. ജപ്പാനിലെ ജൈവകൃഷി ഗവേഷകനാണ് ഫുക്കുവോക്ക. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞത് ആരാണ്? ഫുക്കുവോക്കയാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചു. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചത് ആരാണ്? ഫുക്കുവോക്ക. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞത്? രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജപ്പാനിലെ ജൈവകൃഷി ഗവേഷകനാണ് ഫുക്കുവോക്ക. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞു. ഒറ്റവയ്ക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചു. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? ഫുക്കുവോക്ക. ഇനി ടെക്സ്റ്റിലൊരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ചന്ദ്രലക്ഷ ഏതൊക്കെ ചേർന്നിട്ടാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിനമുള്ളത്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നാണ് ചന്ദ്രലക്ഷ. അതുപോലെ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്ന് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്ന് ചന്ദ്രശങ്കര. ഇനി ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും ചേർന്ന് ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും ചേർന്ന് ലക്ഷഗംഗ. അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ലക്ഷദ്വീപ് ഓർഡിനറിയിൽ ലക്ഷവും ഗംഗാ ബോന്തത്തിൽ ഗംഗയും ഉണ്ട്. അപ്പോൾ ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും ചേർന്നിട്ടാണ്. ചന്ദ്രശങ്കരയോ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നാണ് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നാണ് ചന്ദ്രലക്ഷ. ഇനി ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ഇനി റൈസോബിയം വസിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പയറ്, തൊട്ടാവാടി, മുതിര, ഉഴുന്ന്. റൈസോബിയം വസിക്കുന്ന സസ്യങ്ങളാണ് പയറ്, തൊട്ടാവാടി, മുതിര, ഉഴുന്ന്. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് റൈസോബിയം. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് റൈസോബിയം. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ജൈവ കീടനാശിനിക്ക് ഉദാഹരണമാണ്. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ എന്താണ്? ജൈവ കീടനാശിനിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ വിത്തിനങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. നെല്ലിൻ്റെത് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെല്ല് ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിൻ്റെത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്താണ്? പയറ്. അപ്പം നെല്ല് ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ നെല്ല്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറ്. പച്ചമുളകിൻ്റെ ഏതൊക്കെയാണ്? അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി. അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി പച്ചമുളക്. ഇനി വെണ്ട. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്താണ്? വെണ്ടയാണ്. വഴുതന എന്തൊക്കെയാണ്? വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്താണ്? വഴുതന. ഇനി തക്കാളിയുടെ ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ. അടുത്ത ചോദ്യം, പരുത്തി ഒരു പ്രധാന നാരുവിളയാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പരുത്തിയെ പറ്റിയുള്ള. പരുത്തി ഒരു പ്രധാന നാരുവിളയാണ്. പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു.
പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായികമായി ഉപയോഗിക്കുന്നു. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ ഇതെല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. അപ്പോൾ പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായികമായി ഉപയോഗിക്കുന്നു. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഇനി ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളിനന. അപ്പോൾ എന്താണ് തുള്ളിനന? ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളിനന. ഇനി പ്രധാനപ്പെട്ട ജൈവവളങ്ങളാണ് ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ജൈവവളങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.